പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് 20 വർഷം കഠിന തടവ്. VK നിഷാദ്, TCV നന്ദകുമാർ എന്നിവരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ നിഷാദിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. പക്ഷേ ജയിച്ചാൽ സ്ഥാനം രാജിവെക്കേണ്ടി വരും. 2012 ഓഗസ്റ്റ് 1-നായിരുന്നു പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസിനെതിരെ ബോംബെറിഞ്ഞത്. ബിജീഷ് ഗോവിന്ദനോട് വിവരങ്ങൾ നൽകാൻ. ബിജീഷ്, ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? ഈ വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? അന്ന് അരിയ ഷുക്കൂർ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറിയായ P. ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് പോലീസ് ജീപ്പിന് നേരെ ബൈക്കിലെത്തിയ 4-അംഗ സംഘം, DYFI പ്രവർത്തകരടങ്ങിയ 4-അംഗ സംഘം ബോംബെറിഞ്ഞു. ബോംബ് പക്ഷേ പൊട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ് അന്ന് പോലീസുകാർ രക്ഷപ്പെട്ടത്. ഈ കേസിലാണ് ഇപ്പോൾ DYFI നേതാവായിട്ടുള്ള നിഷാദിനെയും അതുപോലെ തന്നെ TCV നന്ദകുമാർ തുടങ്ങിയവരെ ഇപ്പോൾ കോടതി 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ബോംബ് കൈവശം വെച്ചതിന് 5 വർഷവും ബോംബ് എറിഞ്ഞതിന് 10 വർഷവും അതുപോലെ തന്നെ കൊലപാതക ശ്രമത്തിന് 5 വർഷം, ഇങ്ങനെയാണ് 20 വർഷത്തെ കഠിന തടവ് ശിക്ഷിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മൊത്തം കേസിന് ഈ 2 പ്രതികളും 10 വർഷം വീതം ശിക്ഷ അനുഭവിച്ചാൽ മതി, തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. ഒപ്പം തന്നെ 2 ലക്ഷം രൂപ വീതം പിഴ എടുക്കുകയും ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ കേസിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന പ്രതിയായിട്ടുള്ള നിഷാദ് 1-ാം പ്രതിയാണ്. നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. നിഷാദിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാങ്കേതികമായി തടസ്സമില്ല. കാരണം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് കേസിൽ നിഷാദ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത്. പക്ഷേ ഇപ്പോൾ ശിക്ഷ വിധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ നിഷാദ് അയോഗ്യനാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. കാരണം 3 മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേക. ഈ വിധി പ്രസ്താവിച്ച പശ്ചാത്തലത്തിൽ CPM-ന്റെ തീരുമാനം എന്താണ്? നിഷാദിനെ മത്സരരംഗത്ത് മാറ്റാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഡമ്മി സ്ഥാനാർത്ഥിയായി ആരെങ്കിലും നിലവിലുണ്ടോ? നിലവിൽ സ്ഥാനാർത്ഥി മാറുന്ന കാര്യത്തിനകത്ത് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ നേരത്തെ തന്നെ അവിടെ LDF-ന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CPM വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള എം ഹരീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ ആളാണ്. അദ്ദേഹത്തിന്റെ പത്രിക ഇതുവരെ CPM പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഹരീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള നീക്കത്തിലേക്കാകും CPM കടക്കുക. പക്ഷെ അതിനകത്ത് ഇതുവരെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന്റെ സമയപരിധിയൊക്കെ കഴിഞ്ഞ ഘട്ടത്തിലും ഡമ്മി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹരീന്ദ്രന്റെ പത്രിക പിൻവലിക്കാതെ നിലനിർത്തിയിരിക്കുന്നത് ഒന്നുകിൽ ഈ കേസിനകത്ത് നിഷാദ് ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു മുൻവിലയിരുത്തലിന്റെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ CPM ഈ ഡമ്മി സ്ഥാനാർത്ഥിയെ പിൻവലിക്കാതിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു.